കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലുണ്ടായ ഉത്തരാഖണ്ഡിലെ ഹാർഷിലും ദരാലിയിലും ഈ മണ്ണിലടിയിൽ കുടുങ്ങിപ്പോയ ചെളിക്കടിയിൽ കുടുങ്ങിപ്പോയ ആൾക്കാരെ കണ്ടെത്തുന്നതിന് കഴിഞ്ഞ 3 ദിവസമായി ഈ പരിശോധനകൾക്കായി വിന്യസിച്ചിരിക്കുന്നത് കരസേനയുടെ 6 നായ്ക്കുട്ടികളെയാണ്. കരസേനയുടെ വിവിധ ശ്വാന വിഭാഗത്തിൽപ്പെട്ട 6 വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കുട്ടികളെയാണ് ഈ പരിശോധനയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഒപ്ന, ജാൻസി, സാറ, ജൂൺ, റാഹി, ഹസേൽ എന്നീ നായ്ക്കുട്ടികളെയാണ് ഈ പരിശോധനകൾക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഈ നായ്ക്കുട്ടികൾ വളരെയധികം പരിശീലനം ലഭിച്ച, അതായത് ഇത്തരത്തിൽ ഉള്ള പരിശോധനകൾക്കൊക്കെ ഈ വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കുട്ടികളാണ്. ഈ മണ്ണിനടിയിൽ ഏതാണ്ട് 18 അടിയോളം താഴ്ചയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ വരെ കുറിച്ച് കണ്ടെത്തുന്നതിന് ഈ നായ്ക്കുട്ടികൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കരസേനാ വൃത്തങ്ങൾ പറയുന്നത്. ഈ നായ്ക്കുട്ടികൾ ഏതാണ്ട് 3 മണിക്കൂറാണ് ഒരു സമയം അവർ ഈ പരിശോധനയിൽ ഏർപ്പെടുന്നത്. അതായത് ആദ്യം അരമണിക്കൂർ വരെ അവർ പരിശോധന നടത്തും. തുടർന്ന് 10 മുതൽ 15 മിനിറ്റ് വരെ അവർക്ക് വിശ്രമമാണ്. അതിനുശേഷമാണ് ഈ പരിശോധനകൾ തുടരുന്നത്. അങ്ങനെ 3 മണിക്കൂർ വരെ തുടർച്ചയായി ഈ പരിശോധനകൾ നടത്തുന്നതിനുള്ള പരിശീലനമാണ് ഈ നായ്ക്കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നായ്കൾക്ക് പുറമെ ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനവും ഈ പരിശോധനകൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഈ പരിശോധനകളിലൊക്കെ കാര്യമായ തോതിലുള്ള കണ്ടെത്തലുകളാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് ഈ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഇതിനിടെ ഈ ഉത്തരാഖണ്ഡിലെ ഹാർഷിൽ ദരാലി മേഖലയിൽ കുടുങ്ങിപ്പോയവരെ ഈ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഇന്നും തുടരുകയാണ്. ഏതാണ്ട് 800-ലധികം പേരെയാണ് ഇതുവരെയായി ആ മേഖലകളിൽ നിന്ന്, ഹാർഷിലിൽ നിന്ന് ഈ സുരക്ഷിതമായി ഉത്തരകാശിയിൽ എത്തിക്കുകയും തുടർന്ന് അവിടെ നിന്ന് ഡെറാഡൂണിലേക്ക് റോഡ് മാർഗം എത്തിക്കുകയുമൊക്കെ ചെയ്യുന്നത്. नागरिकों को सुरक्षित स्थान पर लाने का कार्य किया, जिससे जख्मी नागरिकों को तत्काल इलाज प्राप्त हो सका. ഈ അവസാനത്തെ വ്യക്തിയെ വരെ, അതായത് അവിടെ കുടുങ്ങിപ്പോയ അവസാനത്തെ ആളെ വരെ തങ്ങൾ ഈ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നത് വരെ ഈ നടപടികൾ തുടരുമെന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിനിടെ ഈ മേഖലകളിൽ വ്യാപകമായ തോതിൽ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനൊക്കെ വലിയ തോതിൽ സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ഇപ്പോൾ കരസേനയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ സ്തുത്യർഹമായ സേവനമാണ് കരസേന ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിലെ ദരാലിയിലും ഹാർഷിലും ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ പെട്ടവരെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.